Hi friends, welcome to iStudio Online. ഞാൻ രാജീവ്. ഇന്ന് നമ്മുടെ ആദ്യത്തെ Tamron ലെൻസ് റിവ്യൂ ആണ്. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ലെൻസ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ ലെൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് Tamron 150-600mm f5.6 to 6.3 mm DI-VC USD ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ DI-VC USD എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് പറയാം. Tamron DI സീരീസ് ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിം ക്യാമറയിൽ യൂസ് ചെയ്യാനുള്ള ലെൻസുകളാണ് DI എന്ന് Tamron വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ഫ്രെയിം ലെൻസുകൾ ക്രോപ്പ് സെൻസർ ക്യാമറകളിലും യൂസ് ചെയ്യാം. അതുപോലെ VC എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ കൺട്രോൾ എന്നാണ്. നമ്മുടെ Canonൻ്റെ IS-ന് ഈക്വലാണ് VC. Canon IS എന്ന് പറയുമ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ Tamron VC വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്നു. പിന്നുള്ളത് USD എന്നുള്ള ഒരു ഷോർട്ട് വേർഡാണ്, അബ്രിവിയേഷനാണ്. USD എന്നതുകൊണ്ട് Tamron ഉദ്ദേശിക്കുന്നത് അൾട്രാസോണിക് ഡ്രൈവ് മോട്ടർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് USM ഉണ്ട് Canonൽ, അൾട്രാസോണിക് മോട്ടർ. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു നോയ്സ് വളരെ കുറവുള്ള ഒരു ഫോക്കസിങ് മോട്ടറുള്ള ഒരു ലെൻസാണ് Tamron 150-600mm ലെൻസ്. ബേസിക്കലി ഈ ലെൻസ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള ഒരു ലെൻസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തതൊരു ബേബി ഷൂട്ടിന് വേണ്ടിയാണ്. ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ബേബി ഷൂട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. എന്തായാലും നമുക്ക് ലെൻസ് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലെൻസ് ക്യാപ്പുണ്ട്. ലെൻസ് ക്യാപ്പ് നമുക്ക് ലെൻസിന് ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യാം. അതുപോലെ വലിയ ഒരു ലെൻസ് ഓപ്പണിംഗ് ആണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം സൂമിൽ പോയാൽ ലെൻസ് നല്ല വലിപ്പമുള്ളൊരു ലെൻസാണ്. ഇപ്പം എൻ്റെ ഒരു സൈസുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കറിയാം, എൻ്റെ തലയുടെ ഈ ഭാഗം മുതൽ ചെസ്റ്റിൻ്റെ തൊട്ട് വരെയുള്ള ഭാഗം വരെ ലെങ്ത് ഉണ്ട് ഈ ലെൻസിന്. അതുപോലെ നല്ല ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ ഈ ലെൻസിൻ്റെ വെയിറ്റ് 2 കിലോ വെയിറ്റുള്ള ലെൻസാണ്. അതുപോലെ തന്നെ നമുക്കൊരു ട്രൈപോഡ് മൗണ്ട് ഉണ്ട് ലെൻസിൽ തന്നെ. നമ്മൾ നോർമലി ഇതുപോലുള്ള ഹെവി ലെൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും ലെൻസിലാണ് പിടിക്കാറ്, നമ്മുടെ ക്യാമറ ബോഡിയിൽ നമ്മൾ പിടിക്കാറില്ല. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഹെവി ഒരു ലെൻസൊക്കെ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ട് ലെൻസിൽ പിടിക്കാതെ ക്യാമറയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ലെൻസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ പോർഷൻ വളയാനുള്ള സാധ്യതയുണ്ട്. മീൻസ് ഇതൊരു ഹെവി ലെൻസാണ്. ഏത് ക്യാമറയാണെങ്കിലും നമ്മൾ ലെൻസിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, മീൻസ് നമ്മൾ ഹെവി ലെൻസുകളാണെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 80D അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പ് സെൻസർ ക്യാമറകളൊക്കെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയല്ല. ഒരു സ്ട്രോങ് ബോഡി ഒരു ക്രോപ്പ് സെൻസർ Canon ക്യാമറയിലുള്ളത് 7D ക്യാമറയാണ്. എങ്കിലും നമ്മൾ ഇതുപോലെ ഹെവി ലെൻസുകൾ വെക്കുമ്പോൾ നമ്മൾ ട്രൈപോഡിൽ മൗണ്ട് ചെയ്യുന്നത് തന്നെ ലെൻസുകളാണ്, ക്യാമറയല്ല. ക്യാമറ ബാക്കിൽ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ ട്രൈപോഡിൽ ഇങ്ങനെ മൗണ്ട് ചെയ്താൽ ക്യാമറ ഇവിടെ ഒരു എക്സ്റ്റൻഷനായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് സ്പോർട്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനൊരു മൗണ്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ലെൻസും ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ലോങ് ലെൻസ് 70-200mm ആണ്. അതൊരു പോർട്രേറ്റ് അല്ലെങ്കിൽ വെഡ്ഡിങ് ലെൻസാണ്. സ്പോർട്സിനും ചെറിയ തോതിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ലെൻസാണ്. അതിൻ്റെ ട്രൈപോഡ് മൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ട്രൈപോഡ് മൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല പൂർണ്ണമായിട്ട്. പക്ഷേ ഇത് നമുക്ക് ലൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പല പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. മീൻസ് നിങ്ങളുടെ ഞാൻ യൂസ് ചെയ്തത് ഇത് മുകൾ ഭാഗത്തേക്ക് ആക്കിയിട്ടാണ്, ഹാൻഡ് ഹെൽഡായിട്ടാണ് യൂസ് ചെയ്തത്. മെയിൻ റീസൺ എൻ്റെ കയ്യിൽ ഈ ലെൻസ് താങ്ങാൻ ശേഷിയുള്ള ഒരു ട്രൈപോഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ലെൻസാണ്. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ലെൻസാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 150-600mm ഫോക്കൽ ലെങ്ത് ആണ് ലഭിക്കുന്നത്. APS-C സെൻസർ ക്യാമറയാണെങ്കിൽ അതിൻ്റെ ക്രോപ്പ് ഫാക്ടറോട് കൂട്ടിയാൽ നമുക്ക് 150യുടെ സ്ഥാനത്ത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 250-900mm ലെൻസായിട്ട് നമുക്ക് മാറും ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രോപ്പ് ഫാക്ടർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഈ ലെൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞ 2 കിലോ ലെൻസ് വളരെ ഹെവിയാണ്, മെറ്റൽ കൺസ്ട്രക്ഷനാണ്. നമ്മളിതിൻ്റെ ബാരൽ നോക്കിയാൽ ബാരലും ഒരു മെറ്റൽ ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മെറ്റൽ എലമെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് അല്ല.
സാധാരണ മിക്ക ലെൻസുകളിലും ബാരലൊക്കെ ചിലപ്പോൾ പ്ലാസ്റ്റിക് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഫുൾ ടൈം കയ്യിൽ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു ലെൻസല്ല. മീൻസ് ഞാനിത് ടാമറോണിൽ നിന്ന് വാങ്ങി മെട്രോ സ്റ്റേഷൻ വരെ ഒരു 10-15 മിനിറ്റ് നടക്കണമായിരുന്നു. അത്രയും ദൂരം തന്നെ ബാക്ക് പാക്കിലാക്കി നടന്നപ്പോൾ എൻ്റെ ബാഗൊക്കെ പെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആകുന്ന ലെൻസ്. ഇനി നമുക്കിതിൻ്റെ സവിശേഷതകളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ലെൻസിന് വൈബ്രേഷൻ കൺട്രോൾ ഉണ്ട്, അതായത് ഇമേജ് സ്റ്റെബിലൈസേഷൻ. കാനൺ ക്യാമറയിലെ കാര്യം പറഞ്ഞാൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ നമുക്ക് 3 മോഡുകളാണ് ഈ ലെൻസിലുള്ളത്. നമുക്ക് മോഡ് 1 ഉണ്ട്. മോഡ് 1 ഇട്ടാൽ നോർമൽ വൈബ്രേഷൻ കൺട്രോളാണ്. നമ്മൾ ക്യാമറ എനിക്ക് തോന്നുന്നു 3 സ്റ്റോപ്പ് വൈബ്രേഷൻ കൺട്രോളാണെന്ന് തോന്നുന്നു. 3 സ്റ്റോപ്പ് വരെ വൈബ്രേഷൻ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ മോഡ് 2 വൈബ്രേഷൻ കൺട്രോൾ മോഡ് 2 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പാൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു പറക്കുന്ന പക്ഷിയുടെ ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ മോഡ് 2 ഇട്ടിട്ട് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ മോഡ് 3 ഉണ്ട്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ മോഡ് 3 ഇട്ട് കഴിഞ്ഞാൽ വൈബ്രേഷൻ കൺട്രോൾ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മോഡുകൾ നമുക്ക് വൈബ്രേഷൻ കൺട്രോളിനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 80% അല്ലെങ്കിൽ 90% ഈ മോഡ് 1 യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വൈബ്രേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു ബട്ടണുണ്ട്. പിന്നുള്ളത് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് ഒരു ബട്ടൺ. പിന്നെ നമുക്ക് ലെൻസിൻ്റെ മിനിമം ഫോക്കൽ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. ഞാൻ ആ ബട്ടൺ അധികം യൂസ് ചെയ്തില്ല. നമുക്ക് ഫുൾ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇൻഫിനിറ്റി ടു 10 മീറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. 10 മീറ്റർ ടു 2.2 മീറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ മിനിമം ഫോക്കസിങ് ഡിസ്റ്റൻസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഷൂട്ടിനൊക്കെ പോകുന്നു, ഒരു കുറച്ച് മരങ്ങളുടെ ഇടയ്ക്കൂടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോക്കസ് സെറ്റിങ്സ്, മിനിമം ഫോക്കസ് സെറ്റിംഗ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ലെൻസ് ഈ മരത്തിലേക്ക് ഫോക്കസ് ചെയ്യും. ഓട്ടോ ഫോക്കസ് യൂസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ഇലകളിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവയെല്ലാം അടുത്തുള്ള ഒബ്ജക്ട്സിനെ ഒഴിവാക്കാനായിട്ട് ഇത്ര ദൂരം കഴിഞ്ഞ് മാത്രം ഈ ലെൻസ് ഫോക്കസ് ചെയ്താൽ മതി എന്ന് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കിങ്ങനെ ഒരു ബട്ടൺ ഉള്ളത്. ആക്ച്വലി ഞാൻ ബേബി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു എനിക്ക് തോന്നുന്നൊരു അറൗണ്ട് 400 mm ഒക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദൂരത്ത് പോകേണ്ടി വരും ബേബി ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വെഡ്ഡിങ്ങിന് വേണ്ടി ലെൻസ് കൊണ്ടുപോയാൽ നിങ്ങൾ ഒത്തിരി ദൂരത്ത് നിന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഒത്തിരി ദൂരം എന്ന് പറഞ്ഞാൽ ഞാനും ഈ ക്യാമറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല, അങ്ങ് ആ പുറകിൽ കാണുന്ന ആ മരത്തിൻ്റെ ഒക്കെ ആ ഒരു ഡിസ്റ്റൻസ് നിന്നാൽ പോലും ചിലപ്പോൾ ഫോക്കസ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു വൈൽഡ് ലൈഫ് ഷൂട്ടിന് വേണ്ടിയുള്ള ഒരു ലെൻസാണ്. വളരെ ദൂരത്തുള്ള അനിമൽസിനെയൊക്കെ അടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ലെൻസ്. ആക്ച്വലി ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, പക്ഷേ എനിക്ക് ടാമറോണിൽ നിന്ന് 2 ദിവസമേ കിട്ടിയുള്ളൂ ഈ ലെൻസ് റിവ്യൂ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ബേബി ഷൂട്ട് ഉണ്ടായിരുന്നു, അവിടെ ഈ ലെൻസാണ് യൂസ് ചെയ്തത്. അപ്പോൾ വേറെ ടെസ്റ്റിങ്ങിനുള്ള ഓപ്ഷൻസൊന്നും നമുക്കില്ല. പിന്നെ ഞാനിതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി DxOMark നോക്കി ഈ ലെൻസ് ടെസ്റ്റ് ചെയ്തത്, സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് DxOMark നോക്കി. അപ്പോൾ ഈ ലെൻസ് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ലെൻസാണ്. നമുക്കിനി ലെൻസിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. USM മോട്ടറുണ്ട്, 150 to 600 mm ലെൻസാണ്, ഇതെല്ലാം പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാനൊരു കാര്യം, ഈ ലെൻസ് വെതർ സീൽഡ് ലെൻസാണ്. വൈൽഡ് ലൈഫിന് വേണ്ട ആൾക്കാർക്ക് തീർച്ചയായും ഒരു വെതർ സീലിംഗ് വേണം. അപ്പോൾ വെതർ സീൽഡ് ആയിട്ടുള്ളൊരു ലെൻസാണ്. പിന്നെ ഈ ലെൻസ് ആക്ച്വലി റിലീസ് ചെയ്തിരിക്കുന്നത് 2016 സെപ്റ്റംബറിലാണ്. ഏകദേശം 2 വർഷമായി. എങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് ലെൻസ് എന്ന് നമുക്ക് പറയാം, തുടക്കക്കാർക്ക് പറ്റിയ ഒരു ലെൻസ്. പിന്നെ ഈ ലെൻസിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഫ്രണ്ട് എലിമെൻസിൽ ഒരു ഫ്ലോറൈൻ കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് നിങ്ങൾക്ക് ക്രോമാറ്റിക് ആബറേഷനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങളിപ്പം ഒരു പറക്കുന്ന പക്ഷിയുടെ ഒരു ചിത്രം എടുക്കുമ്പോൾ, ഹൈ കോൺട്രാസ്റ്റ് ഷൂട്ട്സ് എന്ന് പറയും. ഈ DxOMark വെബ്സൈറ്റിലെ ആൾക്കാർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഹൈ കോൺട്രാസ്റ്റ് ഫോട്ടോകളിലാണ് ക്രോമാറ്റിക് അബറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം ഈ ഫ്ലോറൈൻ കോട്ടിങ് കൊണ്ട് അത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലെൻസിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലെൻസസ് നോക്കാം. ഈ 150 to 600 mm എന്ന് പറയുന്നൊരു ഫോക്കൽ ലെങ്ത് ഈ ലെൻസിന് മാത്രമേ ഉള്ളൂ. അതായത് 600 mm വരെ ഒരു സൂം ലെൻസിലുള്ളത് ഈ ലെൻസിന് മാത്രമേ ഉള്ളൂ. നമുക്കിതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളപ്പോൾ ഈ ലെൻസുകളൊന്ന് റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ
ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിഗ്മയുടെ 120 to 300 mm ലെൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 300 mm വരെ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ റാങ്ക് ചെയ്യുന്നത് ഷാർപ്നെസ് ബേസ് ചെയ്തിട്ടാണ്, ഷാർപ്നെസ് അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ 120 to 300 mm സിഗ്മ ലെൻസ് ഉണ്ട്. f2.8 കോൺസ്റ്റൻറ്റ് ഓപ്പണിങ്ങിനുള്ള ലെൻസ്. ഇതിന് DxO മാർക്കിൽ സ്കോർ ഉള്ളത് 35 ആണ്. നല്ല സ്കോറാണ് സിഗ്മ ലെൻസിനുള്ളത്. പക്ഷേ ആ ലെൻസിൻ്റെ വില നിങ്ങൾ ശ്രദ്ധിക്കണം. ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ലെൻസാണ് സിഗ്മയുടെ ലെൻസ്. നമ്പർ 2 നമുക്ക് നോക്കാം. സോണിയുടെ ലെൻസാണ്. 100 to 400 mm ലെൻസാണ് സോണിയുടെ. അതും 600 mm നമുക്കില്ല. 100 to 400 mm ആണ്. f4.5 to 5.6 ലെൻസാണ് സോണിയുടേത്. അതിൻ്റെ സ്കോർ 29. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കനോൺ. അപ്പോൾ ഈ സോണി ലെൻസിൻ്റെ വില 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. മൂന്നാമതായിട്ട് നമുക്കുള്ളത് കനോൺ ലെൻസാണ്. EF100 to 400 mm f4.5 to 5.6 L സീരീസ് ലെൻസാണ്. ഇതിൻ്റെ സ്കോറ് 26 ആണ്. അത് ലെൻസിൻ്റെ വില 1,50,000 മുകളിലാണ്. ഈ വിലകളൊക്കെ ഞാൻ പറയുന്നത് ഏകദേശം ഒരു അപ്രോക്സിമേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിനി ടാമറോൺ ലെൻസാണ് നാലാമതായിട്ട് വരുന്നത്. ഈ ലെൻസ് ഞാൻ പറഞ്ഞു 600 mm വരെ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. 150 to 600 mm ലെൻസ്. ക്രോപ്പ് സെൻസർ ക്യാമറയിൽ ഏകദേശം 900 mm ഈക്വലൻ്റ് ആയിട്ടുള്ള മാക്സിമം ഫോക്കൽ ലെങ്താണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെൻസിൻ്റെ സ്കോറ് 22 ആണ്. DxO മാർക്ക് സ്കോറൊക്കെ നിങ്ങൾ നോക്കുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം. 22 നല്ലൊരു സ്കോറാണ്. അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ വില 89,990 ആണ് MRP ഇട്ടിരിക്കുന്നത്. അതായത് 90,000 ആണ് MRP പ്രൈസ്. ഇനി നമുക്ക് അഞ്ചാമതായിട്ട് വരുന്ന ലെൻസ് സിഗ്മയുടെ 120 to 400 mm ലെൻസാണ്. ആ ലെൻസിൻ്റെ സ്കോർ 21 ആണ്. DxO മാർക്ക് സ്കോർ. വില 61,000 രൂപ. അപ്പോൾ നമുക്ക് നാലാമതായിട്ട് കിട്ടുന്ന ടാമറോൺ ലെൻസിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉള്ളത്. 600 mm ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഈ ഒരു ലെൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ലെൻസുകൾ ക്യാരി ചെയ്യേണ്ട. പിന്നെ ആ ഓവറോൾ ഇമേജ് ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം കാണും. പക്ഷേ നമ്മൾ റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ്, ബേബി ഫോട്ടോസ് നിങ്ങളെ കാണിക്കാം. റോ ഫോട്ടോസും അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിത്രങ്ങളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ലെൻസാണ്. നിങ്ങളുടെ വിലയ്ക്ക് മുടക്കുമുതലിന് നല്ലൊരു ലെൻസാണ് ഈ ലെൻസ്. അതുപോലെ ഹെവിയാണ്, വെതർ സീൽഡാണ്. ഇനി ഞാൻ കുറച്ച് സാമ്പിൾ ഫോട്ടോസ് കാണിക്കാം. ഇപ്പോൾ ഞാൻ 600 mm ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ 600 mm ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിത്രങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി അധികം ദൂരത്ത് പോയി നിന്നാൽ മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. അപ്പം അതായത് ഈ ലെൻസിൻ്റെ മിനിമം ഫോക്കൽ ഡിസ്റ്റൻസ് വളരെ ദൂരമാണ്. അതായത് ഒരു പോർട്രേറ്റൊക്കെ എടുക്കാനായിട്ട് വളരെ ദൂരമാണ്. നമ്മളിപ്പോൾ 600 mm ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മീൻസ് എനിക്ക് ഒരു ഫോട്ടോ പോലും 600 mm എടുക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി ഈ ചിത്രമൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. 329, ഓൾമോസ്റ്റ് ഒരു 350 mm ഇതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാക്സിമം ഡിസ്റ്റൻസ് എടുത്ത ചിത്രം ഇതാണ്. മീൻസ് ഞാൻ ഏകദേശം ഒരു 100-300 മീറ്റർ അപ്പുറത്ത് നിന്നിട്ടാണ് ഈ ചിത്രം എടുത്തത്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ക്യാമറയിൽ നിന്ന് സ്ട്രെയിറ്റ് വരുന്ന ചിത്രം ഇതല്ല. ഇത് ഞാൻ ചെറുതായിട്ട് ലൈറ്റ് റൂമിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ചിത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് വരുന്ന റോ ഇമേജ് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ക്യാമറയിൽ നിന്ന് സ്ട്രെയിറ്റ് ഔട്ടായിട്ട് കിട്ടുന്ന റോ ഇമേജ്. ഇപ്പോൾ റോ ഇമേജ് ആയതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നസ്, കളർ മുതലായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് വരുത്താൻ എനിക്ക് സാധിച്ചു. ഓക്കെ, അപ്പം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇതാണ്. എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. റോ ഇമേജ് ആയതുകൊണ്ട് ഇമേജിൽ ഓൾറെഡി അടങ്ങിയിരിക്കുന്ന ബ്രൈറ്റ്നസ്, കളർ എന്നിവ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നേ ഉള്ളൂ. എക്സ്പോഷർ ഞാനൊരു 2 സ്റ്റോപ്പ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലാഷ് യൂസ് ചെയ്താലും കനോൺ ക്യാമറകളിൽ യൂസ് ചെയ്യുമ്പോൾ കനോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഏകദേശം ഒരു 1 സ്റ്റോപ്പ് അല്ലെങ്കിൽ 2 സ്റ്റോപ്പ് എക്സ്പോഷർ നോർമലി ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. കനോൺ അങ്ങനെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടത്. മീൻസ് ഇൻ ക്യാമറ ഇമേജസ് കിട്ടുമ്പോൾ കനോൺ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയും കുറച്ചും കൂടെ ചിത്രങ്ങൾ നോക്കാം. ഈ ഫോട്ടോയൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. ഇതും ഒരു ഏകദേശം 350 mm ഡിസ്റ്റൻസിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് f5.6 ഓപ്പണിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് 5.6 ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് ഇവിടെ ഏകദേശം കാണാം. അതുപോലെ ഒരു ഫോർഗ്രൗണ്ട് ബ്ലർ എലമെൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ റോ ഇമേജ് ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ആ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 350 mm f5.6 ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ തന്നെ ഈ ചിത്രം നോക്കിയാൽ കുറച്ചും കൂടെ നല്ല പ്ലീസിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 200 mm f5.6. അത് നമ്മൾ 100 mm ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിങ്ങിൽ 4.5 കിട്ടും. f4.5.
നമ്മൾ പിന്നെ അതിന് മുകളിലേക്ക് പോകുമ്പോൾ ആണ് ഇതുപോലെ 5.6 നമ്മുടെ മിനിമം അപ്പർച്ചറായിട്ട് മാറും. വേരിയബിൾ അപ്പർച്ചർ ഉള്ള ലെൻസാണ്. പക്ഷേ ഷാർപ്നെസ് അത്യാവശ്യം നല്ല ഷാർപ്നെസ് ഉണ്ട്. പിന്നെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ദൂരത്തായിരിക്കണം ഫോക്കസ് അച്ചീവ് ചെയ്യണമെങ്കിൽ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ ചിത്രത്തിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ബൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ഫോട്ടോഷോപ്പിൽ ചെയ്തൊരു ബൊക്കെയല്ല, സ്ട്രെയിറ്റ് ലെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബൊക്കെയാണ്. നല്ലൊരു ബൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്, ഞാനിവിടെ ചെറിയൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇച്ചിരി ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയുന്നത് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം നമുക്ക് ഇൻ ക്യാമറ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ലൈറ്റ് റൂമിൽ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും മുതലായ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ടാമറോൺ 150-600mm ലെൻസിൻ്റെ റിവ്യൂ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് iStudio ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഈ ലെൻസ് വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു MRP പ്രൈസ് 89,990 ആണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു പ്രൈസ് ഇതുവരെ ഞാൻ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, ടാമറോണിൻ്റെ ഇവിടുത്തെ റീജിയണൽ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് താഴെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും, istudiosales@gmail.com. അപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഇമെയിലിൽ വരാൻ പാടുള്ളൂ. വേറെ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ആൻസർ ചെയ്യുന്നതല്ല. മീൻസ് ക്രിട്ടിക് റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ, അതൊക്കെ ഈ മെയിലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതല്ലായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ ഓൾറെഡി istudio.ktm@gmail.com ഉണ്ട്. അപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറികൾ അല്ലെങ്കിൽ എന്ത് വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ istudiosales@gmail.com കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പം ഈ വീഡിയോ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം കാണും. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഈ ഇമെയിൽ അഡ്രസ്സ് കാണാം, പുതിയ സെയിൽസിന് വേണ്ടിയുള്ള ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ആ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾ എൻക്വയറികൾ അയയ്ക്കുക. ഞാൻ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വില നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ്. അതുപോലെ ഈ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ എനിക്ക് 2 ദിവസം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് വേണം, ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ.